നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ തകർക്കാൻ നോക്കിയവർക്കിപ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. രാഹുൽ ആർമിയും സത്യം തിരിച്ചറിഞ്ഞ ജനങ്ങളും സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ താൻ വലിയ സത്യസന്ധയാണ് എന്ന് കാണിക്കുവാൻ ഷഹനാസ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞു തീർക്കുകയാണ്. ഇത് വെറും ഒരു സെൽഫ് വൈറ്റ് വാഷിംഗ് തന്ത്രം മാത്രമാണ്. ഇതിന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ഇന്റർവ്യൂവിൽ ഉടനീളം താൻ 1986 ജനിച്ചുവെന്നും 22 വർഷമായി ഭർത്താവിനൊപ്പം കഴിയുന്നുവെന്നും ഷഹനാസ് ആവർത്തിക്കുന്നുണ്ട്. ആരും ചോദിക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇത്രയധികം വിശദീകരിക്കുന്നത്? തന്റെ ഐഡന്റിറ്റിയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടായ സംശയങ്ങൾ മറച്ചുവെക്കുവാനുമുള്ള വെപ്രാളമാണിത്. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ഇത്രയധികം പാടുപെടേണ്ടി വരുന്നത് തന്നെ ആ വ്യക്തിയുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്നാണ് വ്യക്തമാകുന്നതായി രാഹുൽ ആർമി തുറന്നടിക്കുന്നത്. തന്റെ പബ്ലിക്കേഷൻ വഴി പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഇറക്കിയെന്ന് പറഞ്ഞ് വലിയ ഇമേജ് ഉണ്ടാക്കുവാൻ ഷഹനാസ് ശ്രമിക്കുന്നുണ്ട്. ബെന്യാമിൻ, സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവരുടെ പേര് വലിച്ചിഴയ്ക്കുന്നത് തന്റെ സാമ്പത്തിക ഇടപാടുകളിലെ ഒരു ദുരൂഹത മറയ്ക്കുവാനാണ്. ഒരു ബിസിനസ് നടത്തുന്നു എന്നത് ഒരാൾക്ക് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല. നിയമപരമായി സുതാര്യമാണെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ വ്യക്തമായി തെളിവ് നൽകുവാൻ മടിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയപ്പോൾ ഷഹനാസിന് പദവികൾ ലഭിക്കാത്തതിന്റെ വൈരാഗ്യമാണോ ഇപ്പോൾ പല ആരോപണങ്ങളായി പുറത്തു വരുന്നതെന്നാണ് രാഹുൽ ആർമി ചോദിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ കാലത്ത് ആലങ്കാരിക പദവി ലഭിച്ചു എന്ന് അഭിമാനിക്കുന്നവർ ഇപ്പോൾ രാഹുലിനെതിരെ സ്ത്രീപക്ഷ നിലപാട് എന്ന പേരിൽ നുണകൾ പ്രചരിപ്പിക്കുകയാണ്. രാഹുലിനെ പേടിപ്പിക്കാൻ കഴിയില്ലെന്ന് പറയുന്നവർ സത്യത്തിൽ ഭയപ്പെടുന്നത് രാഹുൽ ആർമിയെയാണ്. ഈ ഭയം കൊണ്ടാണ് തന്റെ കുടുംബത്തെയും ഭർത്താവിനെയും മകളെയും വരെ പരിചയമാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ വാദങ്ങൾ ഉയർന്നത്. മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയെന്ന് അവകാശപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് ഒരു അന്വേഷണം പോലും രാഹുലിനെതിരെ ഉണ്ടാകാത്തത്? കാരണം ഷഹനാസിന്റെ കൈവശം തെളിവുകളില്ല, വെറും വാക്കുകൾ മാത്രമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ 10 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതോടെ ഷഹനാസിന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇനിയുള്ള കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ നോക്കുകയാണിവർ. നുണകൾ കൊണ്ട് സത്യത്തെ അധികകാലം മൂടിവെക്കുവാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ വളർച്ചയിൽ ഭയപ്പെട്ടവർ ഷഹനാസിനെ കരുവാക്കി കളിച്ച കളി ഇപ്പോൾ അവസാനിക്കുകയാണ്. ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഷഹനാസ് തന്നെ സമ്മതിക്കുന്നുണ്ട് ഷാഫി പറമ്പിലിന്റെ കാലത്ത് അവർക്ക് ആലങ്കാരിക പദവി ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയപ്പോൾ അവർക്കൊരു പരിഗണന ലഭിച്ചില്ല. അന്ന് തുടങ്ങിയ പകയാണോ ഇത്? തനിക്ക് ലഭിക്കാത്ത പദവികളും അംഗീകാരങ്ങളും രാഹുൽ മറ്റുള്ളവർക്ക് നൽകിയപ്പോൾ ഉണ്ടായ വ്യക്തിപരമായ വൈരാഗ്യത്തെയാണ് അവർ ഇപ്പോൾ സ്ത്രീപക്ഷ പോരാട്ടമെന്ന് വിളിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ വാദങ്ങളുയർന്നു. ഭർത്താവ് മകളും നൽകുന്ന സപ്പോർട്ടിനെ കുറിച്ച് അവർ ഇമോഷണലായി തന്നെ സംസാരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ എന്തിനാണ് സ്വന്തം മകളെയും കുടുംബത്തെയും ഒക്കെ വലിച്ചിഴക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ 10 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതോടെ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുടുംബത്തെ മുന്നിൽ നിർത്തി സഹതാപം പിടിച്ചുപറ്റുവാനാണ് ശ്രമിക്കുന്നതെന്ന് രാഹുൽ ആർമി പറയുന്നു. രാഹുൽ ആർമിയെ പേടിയില്ല എന്ന് അവർ പറയുന്നുണ്ട് എങ്കിലും ഓരോ വാക്കിലും ആ ഭയം പ്രകടമാണ്. ഇവന്മാർക്കൊന്നും ഉത്തരം നൽകേണ്ടതില്ല എന്ന് പറയുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മണിക്കൂറുകളോളം വിശദീകരണം നൽകുന്നത് എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ വളർച്ചയും ജനപിന്തുണയും കണ്ട് അസൂയ പൂണ്ടവർ ഷഹനാസിനെ ചാവേറാക്കി ഇറക്കിയിരിക്കുകയാണ്. പക്ഷേ ആ കളി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. സത്യം വെള്ളി വെളിച്ചം പോലെ പുറത്തു വന്നു കഴിഞ്ഞു. നുണകൾ കൊണ്ട് കെട്ടി ഉയർത്തിയ കോട്ടകൾ അധികകാലം നിലനിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നീതിയുടെ പക്ഷത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രതിസന്ധികളെയും അതിജീവിക്കും. ഷഹനാസിന്റെ വെള്ളപൂശൽ നാടകങ്ങൾ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ്. ഷഹനാസിന്റെ ഇന്റർവ്യൂവിലെ ചില ഭാഗം ഇങ്ങനെയാണ്: ഒരു പേരിന് എനിക്ക് പറയാൻ പ്രവർത്തിക്കാനൊക്കെ എൻ്റെ കയ്യിൽ എൻ്റെ അക്ഷരങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടി. കാരണം ഞാനൊരു പക്ക രാഷ്ട്രീയക്കാരിയായിരുന്നുവെങ്കിൽ എനിക്ക് ഈ നേതാക്കന്മാർ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും മറന്നു കൊടുക്കേണ്ടി വരും. ഞാൻ അങ്ങനെയല്ല. എനിക്ക് ആദ്യം ഉണ്ടായത് എൻ്റെ അക്ഷരങ്ങളാണ്, എൻ്റെ പുസ്തകങ്ങളാണ്. പിന്നെ ഒരു പബ്ലിഷിംഗ് ഫീൽഡിൽ വന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് എഴുത്തുകാരുടെ, അത് രാഷ്ട്രീയ ഭേദമന്യേ, ബെന്യാമിൻ അടക്കം, സുഭാഷ് ചന്ദ്രൻ അടക്കം, കാരശ്ശേരി മാഷ് അടക്കം, വീരാൻകുട്ടി മാഷ് അടക്കം ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, 300ഓളം ടൈറ്റിൽ. 2025-26 ആകുമ്പോൾ ഞങ്ങൾ 6ാമത്തെ വർഷമാണ് ഈ പബ്ലിക്കേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതങ്ങനെ നിലനിൽക്കുകയാണ്. അതൊരു കമ്പനിയാണ്, LLP കമ്പനിയാണ്. അതൊക്കെ സുതാര്യമായ ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെയുള്ളൊരു കമ്പനിയാണ്. ആ ഒരു കമ്പനിക്കകത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു പീഡനം വരുമ്പോൾ എന്റെ പാർട്ടിക്കകത്തു നിന്നാകുമ്പോൾ ഞാൻ മൗനം പാലിക്കണം.
എനിക്ക് എന്തെങ്കിലും നേടാനുള്ളതാണെങ്കിൽ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഇക്കാലങ്ങളിൽ ഏറ്റവും രാഷ്ട്രീയ സജീവമായി നിൽക്കുന്ന ഒരു യുവ നേതാവിനെതിരെയൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനായിട്ട് പറഞ്ഞു തുടങ്ങിയതല്ല, എന്നെ പീഡിപ്പിച്ച ഒരാളോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടോ അല്ല. ഞാൻ ബാക്കി സ്ത്രീകൾക്കൊപ്പമാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ എനിക്കൊരു സ്ത്രീ പക്ഷമുണ്ട്. അതെന്റെ മരണം വരെ അങ്ങനെയാണെന്ന് ഞാൻ എല്ലായിടങ്ങളിലും പറയാറുണ്ട്. ഒരു സ്ത്രീ അവരുടെ പ്രശ്നം പറഞ്ഞു വന്നാൽ അതിന്റെ എതിർഭാഗത്ത് നിൽക്കുന്നത് എന്റെ മകനാകട്ടെ, എന്റെ ഭർത്താവാകട്ടെ, എന്റെ ഫാദർ ആകട്ടെ, ഞാൻ ആ സ്ത്രീക്കൊപ്പം നിൽക്കുമെന്നുള്ളത് എന്റെ ജീവിതം കൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ്. എല്ലാ കാലത്തും അങ്ങനെയായിരിക്കും. എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ അതെന്റെ ഒരു സ്ത്രീ പക്ഷമോ ഒരു മാനുഷിക പക്ഷമോ കളഞ്ഞു കുളിക്കുവാൻ ഞാൻ തയ്യാറല്ല. ഇത്രയേറെ സൈബർ അറ്റാക്കുകളൊക്കെ വരുമ്പോൾ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് അതൊരു പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ്, മെന്റലി കംഫർട്ട് ആണെന്ന് തോന്നുന്നതിന് ഒരു ഭാഗം കൂടി അതാണല്ലോ. തീർച്ചയായിട്ടും എന്റെ ഫാമിലി വളരെയധികം സപ്പോർട്ടാണ്. വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്റെ ഭർത്താവ്. ഡോക്ടറാണ് അദ്ദേഹം നൽകുന്ന ഒരു സപ്പോർട്ടുണ്ട്. നീ എന്തിനാണോ സംസാരിച്ചത്, എന്തിനെയാണോ ഫോക്കസ് ചെയ്തത്, അത് നീ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇതൊന്നും നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് നീ മാനക്കേടുണ്ടായി എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ഭർത്താവും, ഏറ്റവും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന, എന്നെ അതൊക്കെ ധൈര്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന എന്റെ മകളുമാണ് എന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതുള്ളിടത്തോളം കാലം എന്നെ ആർക്കാണ് തോൽപ്പിക്കാൻ കഴിയുക? എനിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? എന്നെക്കുറിച്ച് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ എനിക്ക് തകരാനുള്ളത് ഒന്നുമില്ല. ഇത് എന്തിന്റെ ഭാഗമായിട്ട് വരുന്ന അറ്റാക്കാണെന്ന് പോലും ആളുകൾക്കറിയാം. അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനു മുൻപ് വരണം? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പരാമർശിച്ചു വന്നതുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ പിന്നെ എന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ആ പല കാര്യങ്ങൾക്കൊക്കെ ഞാൻ ലീഗലി അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിയമപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നിയമത്തിലൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് എം എ ഷഹനാസ് പറയുന്നത്.